പ്രിയരെ, തലമുറകളെ വിജ്ഞാന സമ്പന്നരാക്കി 49 വർഷം പൂർത്തിയാക്കി നിറഞ്ഞ സംതൃപ്തിയോടെ 2024-2025 അധ്യയന വർഷത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം. അഭിമാനത്തോടെ, അതിലുപരി ആർജവത്തോടെ പിന്നിട്ട വഴികളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. ഫാന്റസി ഫിയസ്റ്റ 2K25. ഭാവാത്മകമായ സർഗഭൂമികയുടെ ക്രിയാത്മകമായ കർമ്മനിരതമായ പകലുകളുടെ സംഗീതം. ആത്മീയ അനുഭവങ്ങളുടെ കൽപ്പനാശക്തി ഒട്ടും ചോർന്നു പോകാതെയുള്ള ആഘോഷ ദിനങ്ങളുടെ ഓർമ്മയ്ക്ക്. പാടിച്ചിറയുടെ മണ്ണിൽ തിലകക്കുറിയായി പ്രശോഭിച്ചുകൊണ്ട് അക്ഷര വെളിച്ചത്തിന്റെ പൊൻപ്രഭ ചൊരിയുന്ന ആത്മവിദ്യാലയം പാടിച്ചിറ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ. ക്രാന്തദർശനത്തിന്റെ ശരികളിലൊന്നായി തലയെടുപ്പോടെ ഈ വിദ്യാലയം. അഭിമാനകരമായ ഈ വിദ്യാലയത്തിന്റെ നേട്ടങ്ങളിൽ അഭിരമിക്കുമ്പോഴും കടന്നുവന്ന വഴിത്താരകളിലെ കാൽപ്പാടുകൾ മറവയ്ക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ലല്ലോ. 1926 ഫാദർ ജോസ് മുണ്ടക്കൽ തുടങ്ങിവെച്ച ജൈത്രയാത്ര ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. വൈദികരും ഇടവക ജനങ്ങളും അധ്യാപകരും ജാതിമത ഭേദമന്യേ ഈ വിദ്യാലയത്തെ സ്നേഹിച്ച പൊതുസമൂഹം, ഈ വിദ്യാലയം വളരണമെന്നാഗ്രഹിച്ച രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ, അതിലുപരി പാടിച്ചിറയിലെ പ്രദേശവാസികൾ എല്ലാം ഈ മനോഹര നിമിഷത്തിൽ ചിരസ്മരണീയരാകുന്നു. ഒരു പതിറ്റാണ്ടോളം പാടിച്ചിറ സ്കൂളിലെ ശിക്ഷഗണത്തെ നെഞ്ചിലേറ്റി വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിന്റെ യശസ് ഉയർത്തി ദേവമാത LP സ്കൂളിന്റെ സാരഥിയായി പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് പോയ സിസ്റ്റർ ജാൻഡി മരിയ, കല്ലോടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രൊമോഷനായി പോയ ശ്രീമതി ഷെറിൻ ഫ്രാൻസിസ്, സ്കൂളിലേക്ക് കടന്നുവന്ന പുതിയ സാരഥികൾ സിസ്റ്റർ ജെസി, സിസ്റ്റർ സ്മിത. പുരോഗമനപരവും സമഗ്രവും പരിവർത്തനപരവുമായ വിദ്യാഭ്യാസത്തിന് ഉത്തേജനം ആവുക എന്ന വലിയ സന്ദേശത്തിന്റെ പ്രോത്സാഹനം. കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ സിജോ ഇളങ്കുന്നപ്പുഴ, സ്നേഹനിധിയായ മാനേജർ അച്ഛൻ റവറൻ ഫാദർ മാത്യു പെരുമാട്ടിക്കുന്നേൽ, സ്കൂളിനെ വിജയക്കുതിപ്പിലേക്ക് എത്തിക്കുന്ന ഹെഡ് മാസ്റ്റർ ശ്രീ സാബു പി ജോൺ, PTA പ്രസിഡന്റ് ശ്രീ വിനോദ് വാവശ്ശേരി, MPTA പ്രസിഡന്റ് റില്ല ബിനോയ്. കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ വലിയ കരുതലിൽ സ്കൂൾ പെയിന്റ് അടിക്കുകയും തുടർന്ന് PTA-യും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വിദ്യാലയവും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തു. പുത്തൻ പ്രതീക്ഷകളിൽ വിജയത്തിലേക്ക് മുന്നേറാനുള്ള പുതുലോകം. പ്രവേശനോത്സവം ജൂൺ മാസത്തിലെ ആദ്യത്തെ പുലരി വിവരണാതീതമാണല്ലോ. അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് കണ്ണിൽ കൗതുകമൊളിപ്പിച്ച് കടന്നുവന്ന കുരുന്നുകൾ നവാഗതരെ പാടിച്ചിറ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തു. PTA ജനറൽ ബോഡി യോഗം ചേർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി ശ്രീ വിനോദ് വാവശ്ശേരി, MPTA പ്രസിഡന്റായി ശ്രീമതി റില്ല എന്നിവർ ചുമതലയേറ്റു. സ്കൂൾ ഇലക്ഷൻ. ജനാധിപത്യത്തിന്റെ അടിത്തറ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണല്ലോ. ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സ്കൂൾ ഇലക്ഷൻ നടത്തി. സ്കൂൾ ലീഡറായി ഋഷഭ് സഞ്ജയ്, ജനറൽ ക്യാപ്റ്റൻ ദേവ് കൃഷ്ണ ലനീഷ്, ആർട്സ് സെക്രട്ടറി സാരോൺ KS എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. പരിസ്ഥിതി ദിനം. ഇനി വരുന്ന തലമുറയ്ക്കായി വലിയ കരുതൽ. പരിസ്ഥിതി ദിനത്തിന്റെ ഉദ്ഘാടനം റവറൽ ഫാദർ മാത്യു പെരുമാട്ടിക്കുന്നേൽ നിർവഹിച്ചു. വായനാ ദിനത്തിന് നിറവിൽ നിന്നും പ്രൗഢിയോടെ മാത്രമേ സെന്റ് സെബാസ്റ്റ്യൻ AUP സ്കൂളിന് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ മഹനീയ ദിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയും സെന്റ് ആന്റണീസ് UP സ്കൂൾ അധ്യാപകനുമായ ശ്രീ റോണി ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും വിദ്യാർത്ഥികൾക്കായി വിവിധ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തുകയും ചെയ്തു. കരുതലിന്റെ വലിയ തുടർച്ചയുമായി ലഹരി വിരുദ്ധ ദിനാചരണം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ വിനോദ് കുമാർ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടത്തിയ ഫ്ലാഷ് മോബ് ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. സ്കൂൾ കലാമേള സർഗവസന്തം. സ്കൂൾ കലാമേളയുടെ ഉദ്ഘാടന കർമ്മം ബത്തേരി ഉപജില്ല AEO ശ്രീമതി ഷിജിത ബിജെ നിർവഹിച്ചു. വേദിയിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. അധ്യാപക ദിനാചരണം. പകലിന്റെ മനോഹാരിത ഏറെ ആസ്വദിച്ച ജീവിതത്തിലെ സുന്ദര നിമിഷം. അധ്യാപന ജീവിതത്തിലെ ഊഷ്മളത അനുഭവിച്ചു തന്നെ അറിയണം. തീർത്തും അനിർവചനീയമായ എത്രയെത്ര നിമിഷങ്ങളാണ് ഇവിടെ പിറവിയെടുത്തത്. ചേർത്തുവയ്ക്കലിന്
ആദരവിന്, സ്നേഹത്തിന് 1000 നന്ദി. പ്രവൃത്തി പരിചയമേള കൈയും കണ്ണും മനസ്സും ചേർന്ന മാന്ത്രികതയിൽ നെയ്തെടുത്ത ഒരു ദിനം. മുന്നോട്ടുള്ള ജീവിത മുഹൂർത്തങ്ങളിൽ ആത്മവിശ്വാസത്തിന്റെ, ആർജവത്തിന്റെ, പ്രതീക്ഷയുടെ പുതുവഴി വെട്ടാൻ ഈ പ്രവൃത്തി പരിചയമേള ഞങ്ങളുടെ കുട്ടികളെ സഹായിക്കും എന്നുറപ്പാണ്. ഒത്തുചേർന്നിരിക്കാനുള്ള കുഞ്ഞു നിമിഷങ്ങളെ പോലും ചേർത്തുവയ്ക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിറന്ന കുഞ്ഞോണം, ഒരുമയുടെ ഓണം. നഷ്ടങ്ങളെ ഓർത്ത് വിതുമ്പുന്നതിനിടയിലും ചേർന്നിരിക്കാനും കൂട്ടുകൂടാനും കൂടെ ഉണ്ണാനും ഈ കുഞ്ഞോണം. ഹിന്ദി ദിനാചരണം. ഹിന്ദി അധ്യാപിക അനീഷ ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദി ദിനം റിട്ടയർഡ് അധ്യാപകനായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഹിന്ദി ദിനത്തിന്റെ നല്ല മുഹൂർത്തങ്ങളിലൂടെ കായികമേളയുടെ ആവേശത്തിന്റെ ദിനങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ്. കുട്ടികളിലെ കായികക്ഷമതയോടൊപ്പം നല്ല ആരോഗ്യവും ഇത്തരം മേളയിലൂടെ ലക്ഷ്യം വെക്കുന്നു. പുൽപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ബിജു ആന്റണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മനസ്സിൽ ഉണ്ണി പിറക്കാനുള്ള കാത്തിരിപ്പിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. കോളനികളിൽ ക്രിസ്തുമസ് സന്ദേശം നൽകുകയും പൊതുസമൂഹത്തെ ചേർത്തുപിടിച്ചുമാണ് പാടിച്ചിറയിലെ കുട്ടികൾ ക്രിസ്തുമസ് ദിനത്തെ ചേർത്തുപിടിച്ചത്. പാഠ്യേതര മികവുകൾ, അമൂല്യമായ വിജയപ്രഭയിൽ അലങ്കൃതമാണ് ഈ കുഞ്ഞ് അറിവിടം. വിജ്ഞാന കൈമാറ്റത്തിന്റെയും പുതിയ അറിവുത്സവങ്ങളുടെയും ചുക്കാൻ പിടിച്ചുകൊണ്ട് വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നു. ദീർഘകാലത്തെ കാത്തിരിപ്പിനും പരിശ്രമത്തിനും ശേഷം ഗൈഡ് ബുൾബുൾ യൂണിറ്റുകൾ സ്കൂളിൽ ആരംഭിച്ചു. ശ്രീമതി സാൻഡി എജെ, സിസ്റ്റർ രാഗിൻ ജോർജ് എന്നിവരുടെ സജീവ സാന്നിധ്യത്തിലും ദീർഘവീക്ഷണത്തിലും ഈ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. ശ്രീ ജോസ് പുന്നക്കുഴി സർ യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹരിത സംസ്കൃതിയുടെ വിളനിലങ്ങളായി പാടിച്ചിറയും മാറ്റപ്പെട്ടു എന്നുള്ളത് ജീവിത വീക്ഷണത്തിന്റെ നേർക്കാഴ്ചയാണ്. ഹരിതസേനയും നല്ല പാഠം പ്രവർത്തകരും JRC യൂണിറ്റും സദാ ജാഗരൂകരാണ്. ഓഫീസ് സ്റ്റാഫ് രജിച്ചേട്ടന്റെ നേതൃത്വത്തിലുള്ള വിഷരഹിത പച്ചക്കറി കൃഷി നടത്തിവരുന്നു. ഉച്ചഭക്ഷണത്തോടൊപ്പം ഈ പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നു. അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള മാനസിക ഐക്യത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു ഓരോ ക്ലാസ് PTA-കളും. കുട്ടികളുടെ മാനസികവും സാമൂഹികവുമായ ഇടപെടലുകളുടെ പ്രതിഫലനമായിരുന്നു അത്. പ്രധാന അധ്യാപകൻ ശ്രീ സാബു പി ജോൺ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഭവന സന്ദർശനം തികഞ്ഞ ആത്മനിർവൃതിയോടെ പറയട്ടെ. കുട്ടികളിലെ ശാസ്ത്രാഭിരുചിയും ശാസ്ത്രവീക്ഷണങ്ങളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിന് മോളി ആൻഡ് ജോർജ് സയൻസ് എക്സലൻസി അവാർഡ് ഏർപ്പെടുത്തി. പൂർവ്വ വിദ്യാർത്ഥിയും ഓസ്ട്രേലിയയിൽ ഫിസിക്സ് ശാസ്ത്രജ്ഞനുമായി പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ ജോയ്സ് ജോർജ് ആണ് ഇതിന്റെ തുടക്കക്കാരൻ. കൂടാതെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിന് കുളമ്പള്ളിൽ മെമ്മോറിയൽ അവാർഡ് ഏർപ്പെടുത്തി വരുന്നു. റിട്ടയർഡ് അധ്യാപകരായ ശ്രീമതി ത്രേസ്യാമ ജോസഫ് ഞൊണ്ടമാക്കൽ, ശ്രീമതി കൊച്ചു ത്രേസ്യ ജോസഫ് 3-4 ക്ലാസുകളിലെ കുട്ടികൾക്കായി എൻഡോമെന്റുകൾ ഏർപ്പെടുത്തി വരുന്നു. മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ സീഫ് മൈലിൽ നിന്നും ലഭിച്ച കൈപ്പുസ്തകത്തിന്റെ സഹായത്തോടെയുള്ള മലയാള പഠനത്തിന്റെ നല്ല മുഹൂർത്തങ്ങളിൽ നിന്ന് എഡ്യൂമിഷൻ 2024 LSS USS അതിതീവ്ര പരിശീലനത്തിനായി എഡ്യൂമിഷൻ 2024 പ്രോജക്ടിന് രൂപം നൽകി. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന വലിയ ആശയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സയൻസ് ക്ലാസുകൾ വിജ്ഞാന പദ്ധതിയിലൂടെ സജീവമാണ്. മികവുകളുടെ വിജയമുദ്ര ചാർത്തിയാണ് ഈ വർഷം കടന്നുപോയത്. 2023-2024 വർഷത്തിൽ നടന്ന LSS പരീക്ഷയിൽ അഗത റോസ്ലിൻ, ആൽവിന ബിനോജ് എന്നിവർ സ്കോളർഷിപ്പിന് അർഹരായി. കലയുടെ സർഗവേദികളിൽ വിജയത്തിന്റെ കാഹളനാദം മുഴങ്ങിക്കേട്ടു. ശാസ്ത്രഗണിത പ്രവൃത്തി പരിചയ IT മേളകളിൽ സെന്റ് സെബാസ്റ്റ്യൻ എന്ന കുഞ്ഞു സ്കൂളിന്റെ നാമധേയം ഉയർന്നു കേട്ടു. പ്രവൃത്തി പരിചയമേളയിൽ LP വിഭാഗത്തിൽ റണ്ണറപ്പ്, UP വിഭാഗത്തിൽ ഓവറോൾ, സംസ്കൃതോത്സവത്തിൽ 1ാം സ്ഥാനം, കലാമേളകളിൽ മികച്ച വിജയം ഞങ്ങളെ തേടിയെത്തി. KCBC ലഹരിവിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ കൊളാഷ് നിർമ്മാണത്തിൽ UP വിഭാഗം 1ാം സ്ഥാനവും വ്യക്തിഗത ഇനമായ പോസ്റ്റർ നിർമ്മാണത്തിൽ LP വിഭാഗം ഇവ മരിയ ബിനേഷും UP വിഭാഗം ദേവകൃഷ്ണ ലെനീഷും യഥാക്രമം 3ഉം 1ഉം സ്ഥാനങ്ങൾ നേടി. സെഡോം മാനന്തവാടി രൂപത നടത്തിയ ബെത്ലഹേം ബീറ്റ്സ് എന്ന കരോൾ ഗാന മത്സരത്തിൽ LP വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ദീപിക ജില്ലാതല കളറിംഗ് മത്സരത്തിൽ ഗൗരി സന്തോഷ് 3ാം സ്ഥാനത്തിന് അർഹയായി.
വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പെൻസിൽ ഡ്രോയിങ്ങിൽ കാതറിൻ റോണി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാതല വായനാ മത്സരത്തിൽ ദേവകൃഷ്ണ ലെനീഷ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. സർഗോത്സവത്തിൽ നിന്ന് ജില്ലാ തലത്തിലേക്ക് അനാമിക ബിനോയ്, മിഷൽ റോബിൻ, ഋഷഭ് സഞ്ജയ് എന്നിവർ അർഹരായി. വയനാട് ജില്ലാ റവന്യൂ കലോത്സവത്തിൽ വിജയമുദ്രയുടെ മധുരം നുണഞ്ഞാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ശ്ലോകത്തിൽ 2ാം സ്ഥാനവും നേടി. ഋഷഭ് സഞ്ജയ് സംസ്കൃത ഗാനാലാപനം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഉപജില്ലാ കായികമേളയിൽ LP വിഭാഗത്തിൽ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 3ാം സ്ഥാനം ആയുഷ് കരസ്ഥമാക്കി. ഹരിത വിദ്യാലയം A ഗ്രേഡിന്റെ മികവ് മുദ്ര ഏറ്റുവാങ്ങിയത് ഈ വർഷത്തിന്റെ സന്തോഷങ്ങളിൽ ഒന്നാണ്. നല്ല പാഠം. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് സാമൂഹ്യ പ്രതിബദ്ധതയുടെയും മനുഷ്യത്വത്തിന്റെയും കരുതലിന്റെയും സ്നേഹാർദ്രമായ മനോഹരമായ ഒരു മുഖമുണ്ട്. അതാണ് നല്ല പാഠം പ്രവർത്തനങ്ങൾ വഴി സാമൂഹ്യ നന്മയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ശ്രീമതി ജിഷ ജോർജിന്റെയും സിസ്റ്റർ ഷീജ മൈക്കിളിന്റെയും നേതൃത്വത്തിൽ വേദനിക്കുന്ന ഹൃദയങ്ങളിൽ സാന്ത്വനത്തിന്റെ കരസ്പർശമായി, കാരുണ്യത്തിന്റെ തിരുവട്ടമായി വിവിധ പ്രവർത്തനങ്ങൾ വർഷം മുഴുവൻ നടന്നുവരുന്നു. സഹപാഠിക്കൊരു കൈത്താങ്ങ്, വായനക്കളരി, പഠനോപകരണ വിതരണം, അഗതി മന്ദിര സന്ദർശനം, സ്നേഹക്കൂട്, കോളനി സന്ദർശനം തുടങ്ങിയവ എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങളാണ്. നല്ല പാഠം പ്രവർത്തനങ്ങൾക്ക് മലയാള മനോരമ A ഗ്രേഡ് നൽകി ആദരിച്ചു. എത്ര മനോഹരമായാണ് ഈ വർഷം കടന്നുപോയത്. ഒരു വർഷത്തിന്റെ നിറമുള്ള പകലുകളുടെ ഓർമ്മകൾ. ഹെഡ്മാസ്റ്ററും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും PTA ഭാരവാഹികളും പാഠശാലയിലെ ജനങ്ങളും ചേർന്നൊരുക്കിയ മഹനീയ മുഹൂർത്തങ്ങൾ, ചേർത്തുവെക്കലിന്റെ താളലയങ്ങൾ, ഭാവാത്മകതയുടെ പൂർത്തീകരണം. നല്ല ഓർമ്മകളെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇനിയും നന്മയുടെയും കരുതലിന്റെയും ദിനങ്ങൾ വന്നണയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 2024-2025 പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ സവിനയം സമർപ്പിക്കുന്നു.